ശബരിമല സ്വർണ്ണപ്പാളി കാണാതായ സംഭവത്തിൽ ദേവസ്വം ബോർഡിന് ഗുരുതര വീഴ്ചയെന്ന് ഹൈക്കോടതി. ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പങ്ക് വിജിലൻസ് അന്വേഷിക്കണമെന്നും കോടതി ഉത്തരവ്. ശബരിമലയിലെ സ്വർണം തിട്ടപ്പെടുത്താൻ റിട്ടയർഡ് ജില്ലാ ജഡ്ജിയെ കോടതി നിയോഗിച്ചു. സിസ്റ്റത്തിന്റെ പരാജയമാണ് ഉണ്ടായതെന്നും പരിഹരിക്കണമെന്നും കോടതി പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്കും അന്വേഷണ പരിധിയിൽ. ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, ദേവസ്വം ഇന്ന് കോടതിയിൽ പോയി സമ്മതിച്ചിരിക്കുന്നത് എത്ര വലിയ കെടുകാര്യസ്ഥതയുടെ തെളിവാണ്. അവിടെ സ്വർണ്ണ രജിസ്റ്റർ കാണാനില്ല എന്ന് ദേവസ്വം ബോർഡ് പറയുമ്പോൾ പിന്നെ ആ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? എന്തിനാണ് പ്രവർത്തിക്കുന്നത്? മധു, ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട കേസ് അത് മുന്നോട്ട് പോയി അവസാനം സന്നിധാനത്തെ മൊത്തം സ്വർണത്തിന്റെ കണക്കെടുപ്പിലേക്ക് എത്തി നിൽക്കുകയാണ്. അതിന്റെ മൂല്യനിർണ്ണയം നടത്താൻ ഇപ്പോൾ ഹൈക്കോടതി ഒരു റിട്ടയർഡ് ജില്ലാ ജഡ്ജിയെ നിയമിക്കുന്ന ആ സ്ഥിതിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തി. കാരണം ഇതിന് പലതിനും കൃത്യമായ കണക്കില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. ശബരിമല സന്നിധാനത്ത് നമുക്കറിയാം 1999 വിജയ് മല്യ സ്വർണം പൂശിയ സ്ഥലമാണ്. അവിടെ ആ സ്വർണം പൂശിയത് ഏതാണ്ട് 30 കിലോയോളം സ്വർണം അന്ന് ഉപയോഗിച്ചു എന്നതാണ് ഒരു ഏകദേശ കണക്കുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരുപാട് സ്വർണ്ണാഭരണങ്ങളും സ്വർണ്ണ നാണയങ്ങളും കൊടിമരത്തിൽ സ്വർണം പൂശിയതുമടക്കം ഒരുപാടിടത്ത് സ്വർണത്തിന്റെ സാന്നിധ്യമുള്ളൊരു സ്ഥലമാണ് ആ സന്നിധാനം. പക്ഷെ അതിന്റെ കൃത്യമായ കണക്കുകൾ അത് ഇല്ല എന്നതാണ് കോടതിയിൽ ഞെട്ടിപ്പിക്കുന്ന വസ്തുതയായിട്ട് വന്നത്. ഇന്ന് കോടതിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചീഫ് വിജിലൻസ് ഓഫീസർ നേരിട്ട് ഹാജരായാണ് ഈ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട അന്വേഷണ വിവരങ്ങൾ കോടതിക്ക് കൈമാറിയത്. ശബരിമല സന്നിധാനത്തെ സ്ട്രോങ് റൂം തുറന്നു പരിശോധിച്ചു. അവിടെ കണ്ട കാഴ്ചകളടക്കം വിജിലൻസ് എസ് പി കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് അവിടുത്തെ ഈ സ്വർണത്തിന്റെ കൃത്യമായ മൂല്യനിർണ്ണയം നടത്തിയിട്ടില്ല. അതിൽ രജിസ്റ്ററിൽ കൃത്യമായി കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ്. ഈ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രേഖപ്പെടുത്തിയ രജിസ്റ്റർ അവിടെ കാണാനില്ല എന്നതാണ് വിജിലൻസ് എസ് പി കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ വരുന്ന സമയത്ത് രജിസ്റ്റർ കാണാനില്ല എന്ന് പറയുന്നത് ഈ കണക്കുകൾ പുറത്തേക്ക് വരരുതെന്ന് നിർബന്ധ ബുദ്ധിയോടെയാണെന്ന് സംശയിക്കുന്നതിൽ എന്താണ് തെറ്റ്? പലചരക്കടയിലെ പറ്റുബുക്ക് കാണാനില്ല എന്ന് പറയുന്ന ലാഘവത്തോടെ ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട ഒരു രേഖ കാണാനില്ല എന്ന് അറിയിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, അതായത് ഈ സ്പോൺസർക്ക് ഈ സ്വർണ്ണപ്പാളികൾ അഴിച്ചു നൽകിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ്. ഒട്ടും, അതായത് ഈ കൊച്ചുകുട്ടികൾ പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് അവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വലിയ ഉദ്യോഗസ്ഥ വൃന്ദം അവിടെ ഇരുന്ന് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് അഴിക്കുന്നത് 2019 2 തവണയായിട്ടാണ് അഴിച്ചെടുക്കുന്നത്. അപ്പോൾ അവിടെ തൂക്കി നോക്കിയിട്ടുണ്ട്. ആ തൂക്കം പിന്നീട് ചെന്നൈയിലെ ആ സ്ഥാപനത്തിൽ സ്വർണം പൂശാനെത്തിയപ്പോൾ 4 കിലോ 500 ഗ്രാം കുറയുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഇത് തിരിച്ച് സ്വർണം പൂശി കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തപ്പോൾ അത് തൂക്കി നോക്കിയിട്ടേ ഇല്ല. അതായത് അവിടെ എന്തെങ്കിലും പിന്നീട് കുറവുണ്ടായിട്ടുണ്ടോ എന്നത് പരിശോധിക്കാനുള്ള ഒരു സംവിധാനവും അവിടെ ഉണ്ടായിട്ടില്ല. അത്ര ലാഘവ ബുദ്ധിയോടുകൂടിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സംവിധാനങ്ങൾ ഇതിനെയൊക്കെ തന്നെ കണ്ടത്. അതിനേക്കാൾ ഞെട്ടിപ്പിക്കുന്നത് നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ഈ സ്വർണ്ണപ്പാളികൾ എടുത്ത് അഴിച്ച് നേരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്ത് നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുപോയി അത് പൂശിയൊക്കെ കൊണ്ടുവന്ന് തന്നാൽ മതി എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ സംവിധാനം പോയി എന്നതാണ്. അവിടെയാണ് സിസ്റ്റത്തിന്റെ പാളിച്ച കൃത്യമായും കോടതിക്ക് ബോധ്യപ്പെട്ടത്. അതുകൊണ്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇക്കാര്യത്തിൽ വലിയ ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം ആ കോടതി ആ ഉത്തരവിൽ തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ആ ഹൈക്കോടതിയുടെ ഉത്തരവ് അല്പസമയത്തിനകം പുറത്തു വരും. അപ്പോൾ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നത് എന്നത് അക്കമിട്ട് നിരത്തുകയാണ് കോടതി ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചോദ്യം മാധ്യമങ്ങളോടും പൊതുജനങ്ങൾക്ക് മുന്നിൽ ചോദിക്കുമ്പോൾ ഇതൊന്നും ഞങ്ങളുടെ ഭാഗമായ സംവിധാനം എന്ന നിലയ്ക്ക് ഞങ്ങൾ അങ്ങ് കണ്ടുപിടിച്ച് കളഞ്ഞതല്ലേ എന്നൊരു ധ്വനിയോടുകൂടിയായിരുന്നു സംസാരിക്കുന്നത്. ഈ വക കാര്യങ്ങളൊന്നും കോടതിയിൽ പോയി പറഞ്ഞില്ലല്ലോ അല്ലേ? ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ കാര്യത്തിൽ കോടതി കേട്ടത് ചീഫ് വിജിലൻസ് ഓഫീസറെ നേരിട്ടാണ്. അവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ അടക്കമുള്ളവരുണ്ട്. അവർക്ക് മറ്റൊരു ഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ കൂടുതൽ പറയാനുള്ള അവസരമുണ്ട്. പക്ഷേ കോടതി നേരിട്ട് കേൾക്കുന്നത് ഈ വിജിലൻസ് ഓഫീസറെയാണ്. കാരണം ആ വിജിലൻസ് ഓഫീസർ എന്ന് പറയുന്നത് മറ്റൊരു സംവിധാനമാണ്. കാരണം ആ ദേവസ്വം ബോർഡിനെ നിരീക്ഷിക്കാനും അവിടുത്തെ പ്രവർത്തനങ്ങളിൽ കൃത്യമായ നിരീക്ഷണത്തിനും വേണ്ടിയിട്ടാണ് ചീഫ് വിജിലൻസ് ഓഫീസറെ വെച്ചിരിക്കുന്നത്. അദ്ദേഹം ഞങ്ങളുടെ ഭാഗമാണ് എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അവരെ കുറ്റം പറയാൻ കഴിയില്ല. അവർ അങ്ങനെയൊക്കെ കരുതുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോടതി അവസാനം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, രഹസ്യ സ്വഭാവത്തോടു കൂടിയായിരിക്കണം നിങ്ങളുടെ അന്വേഷണം.
തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുമായി ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ചർച്ച ചെയ്യരുത് എന്നാണ് ദേവസ്വം വിജിലൻസ് ഓഫീസർക്ക് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം കോടതിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രമല്ല സംശയമുള്ളത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരെയും സംശയമുണ്ട്. കാരണം ഇത്ര ലാഘവത്തോടുകൂടി ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്തവർക്ക് അവരുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകളുണ്ട് എന്നത് കണ്ടെത്തിക്കൂടി കോടതിയെ അറിയിക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിരിക്കുന്ന ഈ തരികിട പരിപാടിക്ക് അപ്പുറത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്ക് തന്നെ പിടിവീഴാൻ പോവുകയാണ് എന്നത് വ്യക്തമാണ്. മാത്രമല്ല, ഈ രജിസ്റ്റർ കാണാനില്ല എന്ന കാര്യത്തിൽ അതെങ്ങനെ കാണാതെ പോയി എന്നത് കൂടി കോടതിയിൽ വ്യക്തമാക്കേണ്ടി വരില്ലേ? തീർച്ചയായും അവിടുത്തെ രജിസ്റ്ററുകൾക്ക് എന്ത് സംഭവിച്ചു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇനി വിജിലൻസിന് അന്വേഷിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഈ ഒക്ടോബർ മാസം അവസാനം ഇത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനാണ് ഇപ്പോൾ വിജിലൻസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് അവർക്ക് ഏതാണ്ട് 1 മാസം സമയമുണ്ട്. ആ 1 മാസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച വിശദമായ അന്വേഷണം നടത്തി എന്തൊക്കെയാണ് കുറ്റങ്ങളും കുറവുകളും ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം അടക്കം പരിശോധിച്ചുകൊണ്ട് അവർക്ക് കോടതിയിൽ റിപ്പോർട്ട് നൽകേണ്ടി വരും. ഇന്ന് ചീഫ് വിജിലൻസ് ഓഫീസർ കോടതിയിൽ 2013 മുതലുള്ള ഈ ശബരിമല ശ്രീകോവിലിന് മുന്നിലെ ചിത്രങ്ങളടക്കം കോടതിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു. അതായത് 2019 ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് സ്വർണം പൂശാനായി അഴിച്ച് എടുക്കുന്നത്, അതായത് ഈ ദേവസ്വം അധികൃതർ അദ്ദേഹത്തെ അഴിച്ചേൽപ്പിക്കുന്നത്, അതിന് മുൻപുള്ള ചിത്രങ്ങൾ കോടതി പരിശോധിച്ചിട്ടുണ്ട്. 2019 ആ ചിത്രങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അവിടെ ഈ 2019 അഴിച്ചെടുക്കുമ്പോൾ തന്നെ അവിടെ ഒരു ഗോൾഡ് ക്ലാഡിംഗ്, അതായത് കൃത്യമായും ഇപ്പോഴത്തെ സ്വർണം പൂശലല്ല, യഥാർത്ഥ സ്വർണത്തിന്റെ പാളി ഉണ്ടായിട്ടുണ്ട് എന്നതാണ് കോടതിക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്ന വസ്തുത. ഇനി അത് അന്വേഷിച്ച് ആ സ്വർണ്ണപ്പാളി എവിടെയാണ് പോയിരിക്കുന്നതെന്ന് കണ്ടെത്തുമ്പോഴായിരിക്കും ഇപ്പോൾ നമ്മൾ പീഠം കണ്ടെത്തിയതിനേക്കാൾ വലിയ ചിലപ്പോൾ വാർത്ത അവിടെ നിന്ന് പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കോടതിക്ക് വലിയ സംശയമുണ്ട് അവിടെ നിന്ന് സ്വർണം കടത്തിക്കൊണ്ടുപോയിട്ടുണ്ടോ എന്നത് തന്നെയാണ് കോടതി കൃത്യമായും അന്വേഷിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്.